എടാ ഞാൻ ഇറങ്ങുവാട്ടോ. ക്യാബിനിൽ നിന്നും ഇറങ്ങിയ മാധവ് വിഷ്ണുവിൻ്റെ അടുത്തേക്ക് ചെന്നുകൊണ്ട് പറഞ്ഞു. എന്താടാ നേരത്തെ? കസ്റ്റമേഴ്സ് ഉള്ളതുകൊണ്ട് തിരക്കിലായിരുന്നുവെങ്കിലും വിഷ്ണു ചോദിച്ചു. കാര്യമുണ്ട്, നാളെ പറയാം. അതും പറഞ്ഞ് അവൻ പുറത്തേക്ക് നടന്നു. വീട്ടിലേക്ക് പോകും വഴി അവൻ വഴിയരികിൽ ലൈറ്റ് മിന്നുന്ന ബലൂൺസ് വിൽക്കുന്ന ആളെ കണ്ടു. വർണ്ണാഭമായ ആ കാഴ്ച കണ്ടപ്പോൾ അവൻ്റെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തിയത് ശിവയുടെ മുഖമാണ്. അവൻ ആ കച്ചവടക്കാരൻ്റെ അടുത്ത് വണ്ടി നിർത്തി അതിൽ നിന്നും ഒരു ബലൂൺ വാങ്ങി കാറിൽ വെച്ചു. ഡ്രൈവ് ചെയ്യുന്നതിനിടയിലാണ് ഫോൺ റിങ് ചെയ്തത്. വീട്ടിൽ നിന്നും ആരെങ്കിലും ആയിരിക്കുമെന്ന് കരുതി ഫോൺ എടുത്തെങ്കിലും അത് ആർദ്രയുടെ കോൾ ആയിരുന്നു. ഇനി ഇവളെന്തിനാ വിളിക്കുന്നതെന്നോർത്ത് അവൻ കോൾ അറ്റൻഡ് ചെയ്തില്ല. അത് കട്ടായി. കുറച്ചു കഴിഞ്ഞപ്പോൾ അവൾ വീണ്ടും വിളിച്ചു. അപ്പോഴും മാധവ് കോൾ അറ്റൻഡ് ചെയ്തില്ല. വീണ്ടും കോൾ വന്നപ്പോൾ അവന് വല്ലാത്ത ദേഷ്യം തോന്നി. ആ ദേഷ്യത്തിൽ തന്നെ അവൻ കോൾ അറ്റൻഡ് ചെയ്തു. ഹലോ മാധവ്. ബ്ലൂടൂത്ത് കണക്ട് ചെയ്തിരുന്നതിനാൽ കാറിനുള്ളിൽ ആർദ്രയുടെ ശബ്ദം മുഴങ്ങി. എന്താ? പദവിയിലും ഗൗരവവും ഉണ്ടായിരുന്നു അവൻ്റെ ശബ്ദത്തിന്. എനിക്കൊന്ന് കാണണം, ഒന്ന് പുറത്തേക്ക് വരാമോ? അവൾ ചോദിച്ചു. എന്തിനാ കാണുന്നത്? തൻ്റെ താല്പര്യമില്ലായ്മ അവൻ മറുചോദ്യത്തിലൂടെ പ്രകടിപ്പിച്ചു. അത് കാണുമ്പോൾ പറയാം, ഒന്ന് വരാമോ? നേരിയ കൊഞ്ചലോടെ ആർദ്ര ചോദിച്ചു. സോറി ആർദ്ര, ഞാനിന്ന് കുറച്ച് തിരക്കിലാണ്. അതും പറഞ്ഞുകൊണ്ട് അവളുടെ മറുപടിക്ക് കാത്തു നിൽക്കാതെ അവൻ കോൾ കട്ട് ചെയ്തു. വല്ലാത്തൊരു നാണക്കേട് അവൾക്ക് അനുഭവപ്പെട്ടു. ദേഷ്യം കൊണ്ട് അവളുടെ മുഖം ചുവന്നു. എന്തു പറ്റി? ദേഷ്യത്തോടെ സ്റ്റിയറിങ്ങിൽ പിടിച്ചു ഞെരിച്ചുകൊണ്ടിരുന്ന ആർദ്രയോട് കാവ്യ ചോദിച്ചു. അവന് എന്നെ കാണാൻ വരാൻ പറ്റില്ലെന്ന്. എന്തോ തിരക്കുണ്ടുപോലും, അവൾ ദേഷ്യത്തിൽ പറഞ്ഞു. പിന്നെ തിരക്ക് കാണാതിരിക്കുമോ? ഇന്നലെയല്ലേ മാധവൻ്റെ കല്യാണം കഴിഞ്ഞത്. ഇന്നവർ എവിടെയെങ്കിലും പുറത്തു പോകുന്നുണ്ടാകും. കാവ്യ മനഃപൂർവ്വം അവളെ ഒന്ന് കൊള്ളിച്ചു പറഞ്ഞു. പല്ല് ഞെരിച്ചുകൊണ്ട് ആർദ്ര തല ചെരിച്ച് അവളെ നോക്കി. ദേഷ്യത്താൽ അവളുടെ കണ്ണുകൾ ചുവക്കുന്നത് കണ്ട് കാവ്യ നിശബ്ദയായി. അവന് എന്നെ കാണാൻ വരാൻ സമയമില്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് ചെന്ന് കാണും. കാവ്യയോട് കാറിൽ നിന്നിറങ്ങാൻ കണ്ണുകൊണ്ട് കാണിച്ചുകൊണ്ട് അവൾ പിറുപിറുത്തു. കാവ്യ ഇറങ്ങി ഡോർ അടച്ചതും ആ കാർ മറ്റു വണ്ടികൾക്കിടയിലൂടെ പാഞ്ഞുപോയി. എന്താടാ നേരത്തെ വന്നത്? വെയിലാറിയ സമയത്ത് മുറ്റത്തെ ചെടികൾക്ക് വെള്ളമൊഴിക്കുകയായിരുന്നു പാർവതി. നേരത്തെ കഴിഞ്ഞു, നേരത്തെ വന്നു. അമ്മേ, നല്ല കടുപ്പത്തിൽ ഒരു ചായ എടുക്ക്. നല്ല തലവേദന. നെറ്റി ഒഴിഞ്ഞുകൊണ്ട് കാറിൽ നിന്നും ഇറങ്ങി മാധവ് കോ ഡ്രൈവ് സീറ്റിൽ ഡോർ തുറന്ന് അതിൽ നിന്നും ബലൂൺ എടുത്തു. ഇതാർക്കാ? നനഞ്ഞ കൈ നേരിയതിൻ്റെ തുമ്പിൽ തുടച്ചുകൊണ്ട് പാർവതി ചോദിച്ചു. ഇത് വെച്ച് കളിക്കാൻ പറ്റിയ ആരാ ഇപ്പോൾ ഇവിടെയുള്ളത്? സ്വിച്ച് ഓൺ ചെയ്ത് അതിൽ ലൈറ്റ് മിന്നുന്നത് കാണിച്ചു കൊടുത്തുകൊണ്ട് മാധവ് അമ്മയെ നോക്കി. ആ കൊച്ചിനാണോ? അമ്മയുടെ കണ്ണുകൾ ചെറിയൊരു നീരസം പടരുന്നത് മാധവ് ശ്രദ്ധിച്ചു. അല്ലാതെ പിന്നെ അമ്മയ്ക്ക് വേണോ? അകത്തേക്ക് കയറിക്കൊണ്ട് അവൻ അമ്മയെ കളിയാക്കി ചോദിച്ചു. പോടാ അവിടുന്ന്. അവൻ്റെ തോളിൽ തട്ടിക്കൊണ്ട് പാർവതി അടുക്കളയിലേക്ക് പോയി. ബലൂണുമായി മാധവ് നേരെ പോയത് ശിവുവിൻ്റെ റൂമിലാണ്. ചെറുതായി ചാരിയിട്ട വാതിൽ തുറന്ന് അകത്തേക്ക് കയറിയപ്പോൾ ശിവുവിനെയും ചേർത്ത് പിടിച്ചുറങ്ങുന്ന തീർത്ഥയെയാണ് അവൻ കണ്ടത്. ശിവു ആണെങ്കിൽ അവളുടെ വയറിൽ ചുറ്റിപ്പിടിച്ച് നെഞ്ചോട് ചേർന്ന് കിടക്കുകയാണ്. മാധവ് അവരുണർത്താതെ ബലൂൺ സ്റ്റഡി ടേബിളിൽ വെച്ചുകൊണ്ട് പുറത്തേക്ക് നടന്നു. വാതിൽ അടയുന്ന ശബ്ദം കേട്ട് തീർത്ഥ ഞെട്ടി കണ്ണു തുറന്നു. അയ്യോ, താൻ ഉറങ്ങിപ്പോയോ? ഷോ, അവരൊക്കെ എന്ത് വിചാരിച്ചിരിക്കുമോ ആവോ. ഉച്ചയ്ക്ക് ശിവയെ ഉറക്കാൻ വേണ്ടി കൂടെ കയറി കിടന്നതാണ്. എപ്പോഴും കണ്ണൊന്നും മാടിപ്പോയി. ഇപ്പോൾ എത്ര മണിയായാണാവോ. ദേഹത്ത് നിന്നും ശിവുവിൻ്റെ കൈയെടുത്ത് മാറ്റിക്കൊണ്ട് അവൾ ബെഡിൽ നിന്നും ഇറങ്ങി. അഴിഞ്ഞു കിടന്ന മുടി വാരി ചുറ്റുമ്പോഴാണ് സ്റ്റഡി ടേബിളിലിരിക്കുന്ന ബലൂൺ അവൾ കണ്ടത്. ഇതാരാ കൊണ്ടുവന്ന് വെച്ചേ? അവളത് അത്ഭുതത്തോടെ എടുത്തു നോക്കി. പെട്ടെന്ന് താഴേക്ക് പോകേണ്ട കാര്യം ഓർത്ത് ബലൂൺ സ്റ്റഡി ടേബിളിൽ തന്നെ വെച്ചുകൊണ്ട് അവൾ വേഗം മുറി തുറന്ന് താഴേക്ക് നടന്നു. ലിവിംഗ് റൂമിലെത്തിയ തീർത്ത സോഫയിലിരിക്കുന്ന മാധവനെ കണ്ടു. പത്രം മറിച്ചു നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്ന അവൻ അവളെ കണ്ടില്ല. തീർത്ത അവൻ്റെ അരികിലേക്ക് പോകാൻ തുടങ്ങിയതും പുറത്തു നിന്നും ആർദ്ര അങ്ങോട്ട് കയറി വന്നു. അവളെ കണ്ടതും തീർത്തയുടെ കാലുകൾ നിശ്ചലമായി. ആർദ്രയാണെങ്കിൽ തീർത്ത നിൽക്കുന്നത് കണ്ടിട്ടും അധികാരത്തോടെ മാധവൻ്റെ അരികിൽ ചെന്നിരുന്നു. പത്രത്തിൽ മുഴുകിയിരുന്ന മാധവ് പെട്ടെന്ന് അരികിൽ ആർദ്ര വന്നിരുന്നപ്പോൾ ഒന്ന് ഞെട്ടി. അവൻ പത്രം മാറ്റിവെച്ചുകൊണ്ട് അവളെ നോക്കി. എന്താ? മാധവ് പുരികമുയർത്തി. എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട്. കൊഞ്ചലോടെ ചിരിച്ചുകൊണ്ടാണ് അവൾ സംസാരിക്കുന്നത്. പതിഞ്ഞ ശബ്ദത്തിലായതുകൊണ്ട് തീർത്തയ്ക്ക് അത് വ്യക്തമാവുന്നുണ്ടായിരുന്നില്ല. ആർദ്രയും മാധവും അടുത്തിരുന്ന് സംസാരിക്കുന്നത് കണ്ട് അവർ തമ്മിൽ കല്യാണം കഴിക്കാനിരുന്നവരായിരുന്നു എന്ന ഓർമ്മയിൽ തീർത്തയ്ക്കുള്ളിൽ കുഞ്ഞു കുശുമ്പ് തലപൊക്കി. വിരൽ തുമ്പ് കൂട്ടിപ്പിരിച്ചുകൊണ്ട് അവൾ അവരെ നോക്കി നിന്നു. ഞാനിപ്പോൾ താൻ സംസാരിക്കുന്നത് കേൾക്കാനോ തന്നോട് സംസാരിക്കാനോ പറ്റിയ ഒരു മാനസികാവസ്ഥയിലല്ല. സോ പ്ലീസ് ലീവ്. അതും പറഞ്ഞുകൊണ്ട് മാധവ് ഇരുന്നിടത്തു നിന്നും എഴുന്നേൽക്കാൻ ശ്രമിച്ചു. മാധവ് പ്ലീസ്. ആർദ്ര അവൻ്റെ കയ്യിൽ കയറി പിടിച്ചു. അത് കണ്ടുകൊണ്ടാണ് പാർവതി അങ്ങോട്ട് വന്നത്. മാധവിനെയും ആർദ്രയെയും ഒരുമിച്ച് കണ്ടപ്പോൾ അവരുടെ മുഖത്ത് ഒരു പുഞ്ചിരി വിടർന്നു. അവരായിരുന്നു ഒന്നാകേണ്ടത് എന്നുള്ള ചിന്ത അപ്പോഴും പാർവതിയുടെ മനസ്സിലുണ്ടായിരുന്നു. തെല്ലപ്പുറേ മാറി
അവരെ നോക്കി നിൽക്കുന്ന തീർത്ഥയെ കണ്ടതും ആ പുഞ്ചിരി ഒന്ന് മങ്ങി. ആ മോൾ എപ്പോഴാ വന്നേ? തീർത്ഥയെ കണ്ടില്ലെന്ന് നടിച്ചുകൊണ്ട് പാർവതി ചോദിച്ചു. ഞാനിപ്പോൾ വന്നേ ഉള്ളൂ ആൻറ്റി. മാധവൻ്റെ കയ്യിൽ നിന്നും പിടിവിട്ടുകൊണ്ട് ആർദ്ര പറഞ്ഞു. ആ അതെന്തായാലും നന്നായി. ഞാൻ ഇന്നുകൂടെ ജാനകിയോട് പറഞ്ഞതേയുള്ളൂ മോളെ കണ്ടില്ലല്ലോ എന്ന്. വാത്സല്യത്തോടെ അവളുടെ കൈകളിൽ തഴുകിക്കൊണ്ട് പാർവതി പറഞ്ഞു. ഇതെല്ലാം കണ്ടുകൊണ്ട് നിൽക്കുകയായിരുന്ന തീർത്ഥയ്ക്ക് വല്ലായ്മ തോന്നി. ഇത്രയും സ്നേഹത്തോടെ മാധവേട്ടൻ്റെ അമ്മ തന്നോട് പെരുമാറിയിട്ടില്ലല്ലോ എന്ന് അവൾ മനസ്സിലോർത്തു. ഇരുവരും സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ മാധവ് അവിടെ നിന്നും റൂമിലേക്ക് നടന്നു. സ്റ്റെപ്പിൻ്റെ അടുത്ത് നിൽക്കുന്ന തീർത്ഥയെ കണ്ടെങ്കിലും ഒന്നും പറയാതെ അവൻ മുകളിലേക്ക് കയറിപ്പോയി. അതും അവളെ കൂടുതൽ വിഷമിപ്പിച്ചു. തീർത്ഥ! അല്പം പരുഷമായ പാർവതിയുടെ വിളി കേട്ട് തീർത്ഥ തിരിഞ്ഞു നോക്കി. ആർദ്രയുടെ കയ്യും പിടിച്ച് സോഫയിൽ ഇരിക്കുകയായിരുന്നു അവർ. ആർദ്രമോൾക്ക് ഒരു ചായ എടുക്ക്, മധുരം കുറച്ച് മതി, മോള് ഡയറ്റിംഗ് ഒക്കെ ഉള്ളതാ, പാർവതി പറഞ്ഞു. ചിരിക്കാൻ ശ്രമിച്ചുകൊണ്ട് അവൾ അടുക്കളയിലേക്ക് നടന്നു. അടുക്കളയിലേക്ക് നടക്കുമ്പോൾ അവൾ ആർദ്രയെ ഒന്ന് തിരിഞ്ഞു നോക്കി. അന്ന് കണ്ടിരുന്ന സ്നേഹമോ അനുകമ്പയോ ഒന്നും ആ മുഖത്തുണ്ടായിരുന്നില്ല. പകരം പുച്ഛമാണ്. ആരാ വന്നിരിക്കുന്നത്? രാത്രിയിലേക്കുള്ള ചപ്പാത്തി ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ജാനകി. അവരെപ്പോഴും അടുക്കളയിലാണല്ലോ എന്നവൾ ചിന്തിച്ചു. ആർദ്ര! അത് പറയുമ്പോൾ അവളുടെ മുഖം മങ്ങിയതും ശബ്ദം താഴ്ന്നതും ജാനകി ശ്രദ്ധിച്ചു. ആ കുട്ടി എന്തിനാ വന്നത്? ജാനകി ചോദിച്ചു. അറിയില്ല. തീർത്ത ഫ്രിഡ്ജിൽ നിന്നും പാലെടുത്തു. ഫ്ലാസ്കിൽ ചായയുണ്ട്. അവൾ ചായ വയ്ക്കാൻ പോകുകയാണെന്ന് മനസ്സിലായ ജാനകി പറഞ്ഞു. മധുരം കുറഞ്ഞ ചായ മതിയെന്ന്. പാലും കയ്യിൽ പിടിച്ചുകൊണ്ട് അവൾ ചിറ്റയെ നോക്കി. പിന്നെ തരത്തിനുണ്ടാക്കി കൊടുക്കാൻ ഇത് ഹോട്ടലല്ലേ? മോൾ ആ പാൽ അവിടെ വെച്ചിട്ട് ഫ്ലാസ്കിലെ ചായ എടുത്തു കൊടുക്ക്. വേണ്ടവർ കുടിച്ചോളും. ആർദ്രയ്ക്ക് വേണ്ടി തീർത്ഥയോട് ചായ എടുക്കാൻ പറഞ്ഞ ചേച്ചിയോടുള്ള ചെറിയൊരു നീരസം അവരുടെ ശബ്ദത്തിലുണ്ട്. ജാനകി അങ്ങനെ പറഞ്ഞെങ്കിലും തീർത്ഥ മടിയോടെ നിന്നു. മോള് ആ ചായ എടുത്തു കൊടുക്ക്, അവർ അവളെ നിർബന്ധിച്ചു. അവൾ ഫ്ലാസ്കിൽ നിന്നും ചായ പകർന്ന് ഹാളിലേക്ക് നടന്നു. അപ്പോഴേക്കും ചിന്നുവും എത്തിയിരുന്നു. ഏട്ടത്തേ, എനിക്കും കൂടി ഒരു ഗ്ലാസ് ചായ, ആർദ്രയോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്ന ചിന്നു പറഞ്ഞു. തലയാട്ടിക്കൊണ്ട് അവൾ വീണ്ടും അടുക്കളയിലേക്ക് നടന്നു. ആർക്കാ? അവൾ വീണ്ടും ചായ എടുക്കുന്നത് കണ്ട് ജാനകി ചോദിച്ചു. ചിന്നുവിന്. അവൾക്ക് വേണമെങ്കിൽ അടുക്കളയിൽ വന്നെടുത്ത് കുടിച്ചോളും. നീ നിന്റെ പണി നോക്കിയേ. അതും പറഞ്ഞുകൊണ്ട് അവർ അവളുടെ കയ്യിൽ നിന്നും ബലമായി കപ്പ് പിടിച്ചു വാങ്ങി അടുക്കള സ്ലാബിൽ വെച്ചു. സാരമില്ല, ഞാൻ കൊടുത്തോളാം. താൻ കാരണം ഒരു പ്രശ്നമുണ്ടാകുമെന്ന് കരുതി തീർത്ഥ വീണ്ടും ആ കപ്പ് എടുക്കാൻ ഒരുങ്ങിയതും ജാനകി അവളെ തടഞ്ഞു. ഇത്ര നാളും ഈ വക ശീലങ്ങളൊന്നും ഇവിടെ ഉണ്ടായിരുന്നില്ല. നീയായിട്ട് തുടങ്ങി വെച്ചാൽ അത് നിനക്ക് തന്നെയായിരിക്കും ദോഷം ചെയ്യുക, ജാനകി ഒരു താക്കീത് പോലെ പറഞ്ഞു. അവർ പറഞ്ഞതിൻ്റെ പൊരുൾ മനസ്സിലാകാതെ തീർത്ഥ അവരെ നോക്കി. ഏട്ടത്തെ! ചായ കിട്ടാത്തതിനാൽ ലിവിംഗ് റൂമിൽ നിന്നും ചിന്നു ഉറക്കെ വിളിച്ചു. അവൾ ദയനീയമായി ചിറ്റയെ നോക്കി. നീ ഇവിടെ നിൽക്ക്. ജാനകി ഹാളിലേക്ക് നടന്നു. തൻ്റെ പേരിൽ പ്രശ്നമുണ്ടാകുമോ എന്ന പേടിയാണ് തീർത്ഥയ്ക്ക്. എന്താ ചിന്നു? ഹാളിലേക്ക് ചെന്ന ജാനകി ചോദിച്ചു. ഏട്ടത്തി ചായ തരാമെന്ന് പറഞ്ഞിരുന്നു. അവൾ പറഞ്ഞു. ഇത്ര നാളും ഏട്ടത്തിയാണോ നിനക്ക് ചായ എടുത്ത് തന്നിരുന്നത്? ഒരൽപ്പം നീരസത്തോടെ ജാനകി ചോദിച്ചു. ആർദ്രയുടെ മുന്നിൽ വെച്ച് അമ്മ അങ്ങനെ പറഞ്ഞപ്പോൾ ചിന്നുവൊന്ന് ചൂളി. എന്താ ജാനകി ഇത്? തീർത്ഥ ഇവൾക്കൊരു ഗ്ലാസ് ചായ എടുത്തു കൊടുത്താൽ എന്താ? പറ്റില്ലാന്ന് അവൾ പറഞ്ഞു. പാർവതി പ്രശ്നത്തിൽ ഇടപെട്ടു. അടുക്കളയിൽ നിന്ന് ഇവരുടെ സംസാരം കേൾക്കുന്നുണ്ടായിരുന്നു തീർത്ഥ. പാർവതി ചോദിച്ചത് കേട്ട് ഒന്ന് ഞെട്ടി. അവളൊന്നും പറഞ്ഞില്ല. ഞാനാ പറഞ്ഞത് എടുത്തു കൊടുക്കണ്ട എന്ന്. അവളിവിടുത്തെ മരുമകളാണ്, അല്ലാതെ ജോലിക്കാരിയല്ല. നിനക്കെന്താണ് വേണ്ടത് എന്ന് വെച്ചാൽ അടുക്കളയിൽ പോയി എടുക്ക്, അല്ലാതെ ഹാളിലിരുന്ന് ആജ്ഞാപിക്കുകയല്ല വേണ്ടത്. അതും പറഞ്ഞുകൊണ്ട് ജാനകി അടുക്കളയിലേക്ക് തിരിഞ്ഞു നടന്നു. ചിന്നു ആകെ വിളറി വെളുത്തിരിക്കുകയാണ്. പാർവതിയുടെ അവസ്ഥയും വിഭിന്നമല്ല. ആർദ്രയുടെ മിഴികളിലാകട്ടെ കനലായിരുന്നു. അവളിവിടുത്തെ മരുമകളാണ്. ജാനകിയുടെ വാക്കുകൾ അവളുടെ കാതിൽ അലയടിക്കുന്നു. കയ്യിലിരുന്ന മഗ്ഗ് തുളുമ്പി ചായ തറയിൽ വീണു. ആർദ്ര ദേഷ്യത്തോടെ എഴുന്നേറ്റ് പുറത്തേക്ക് നടന്നു. മോളെ ആർദ്രേ! പാർവതി അവൾക്ക് പിറകെ ചെന്നെങ്കിലും തിരിഞ്ഞുപോലും നോക്കാതെ അവൾ തൻ്റെ കാറിലേക്ക് കയറി. ഈ ജാനകിയുടെ ഒരു കാര്യം! ആർദ്രയുടെ കാർ ഗേറ്റ് കടന്ന് പോകുന്നത് കണ്ട് പാർവതി അരിശത്തിൽ പിറുപിറുത്തു. എന്താ വല്യമ്മേ അമ്മയ്ക്ക് പറ്റിയത്? ആർദ്ര എന്ത് കരുതിയിട്ടുണ്ടാകും? അവൾ ഇവിടെ വരുന്നത് ഇഷ്ടമില്ലാത്തത് കൊണ്ടാണ് അമ്മ അങ്ങനെ പറഞ്ഞതെന്ന് അവൾ വിചാരിച്ചിട്ടുണ്ടാകില്ലേ? വല്ലായ്മയോടെ ചിന്നു പറഞ്ഞു. ഇത്ര നാളായിട്ടും അവൾ അങ്ങനെ പെരുമാറിയിട്ടില്ല. എത്ര ദേഷ്യമുള്ളവരോട് പോലും ചിരിച്ചേ ഇടപെടൂ. ഇപ്പോൾ ഇങ്ങനെ പറയണമെങ്കിൽ അതിന് പിറകിൽ എന്തെങ്കിലും ഒരു കാരണമുണ്ടാകും. അതും പറഞ്ഞുകൊണ്ട് പാർവതി അടുക്കളയിലേക്ക് നടന്നു. ജാനകി ചപ്പാത്തിക്കുള്ള മാവ് പരത്തുകയും തീർത്ഥ ബജിക്കുള്ള ഉരുളക്കിഴങ്ങ് നന്നാക്കുകയുമാണ്. അതിനിടയിൽ ഇരുവരും കാര്യമായിട്ടെന്തോ സംസാരിക്കുന്നുമുണ്ട്. എന്താ ജാനകി നിനക്ക് പറ്റിയേ? കുറച്ചു നേരം മുൻപ് നീ എന്തിനാ ഹാളിൽ വന്ന് ഉറഞ്ഞു തുള്ളിയത്? ശബ്ദം കനപ്പിച്ചുകൊണ്ട് പാർവതി ചോദിച്ചു. മാധവിൻ്റെ കല്യാണം കഴിഞ്ഞില്ലേ? പിന്നെ എന്തിനാ പെൺകുച്ചി ഇങ്ങോട്ട് വരുന്നത്?
തൻ്റെ മനസ്സിലുള്ള അനിഷ്ടം പ്രകടിപ്പിച്ചുകൊണ്ട് ജാനകി ചോദിച്ചു. ഇതെല്ലാം കേട്ട് തലകുമ്പിട്ട് നിൽക്കുകയാണ് തീർത്ത. കല്യാണം കഴിഞ്ഞെന്ന് വെച്ച് വരാതിരിക്കുന്നത് എന്തിനാ? മാധവിന് ആലോചിക്കുന്നതിന് മുൻപ് അവൾ ചിന്നുവിൻ്റെ കൂട്ടുകാരിയായിരുന്നില്ലേ? പാർവതി ചോദിച്ചു. ചേച്ചിക്ക് ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് മനസ്സിലാവാഞ്ഞിട്ടല്ല, അത് എനിക്കറിയാം. അടുത്ത് തീർത്ത നിൽക്കുന്നത് കൊണ്ട് കൂടുതലൊന്നും വിട്ടു പറയാതെ ജാനകി പറഞ്ഞു. ഉരുളക്കിഴങ്ങ് നന്നാക്കി കഴിഞ്ഞ് തീർത്ത വേഗം അവിടെ നിന്നും പുറത്തേക്ക് നടന്നു. അത്ര നേരം ശ്വാസം അടക്കി പിടിച്ചിരുന്ന അവൾ അടുക്കളയ്ക്ക് പുറത്തെത്തിയപ്പോൾ ദീർഘമായി നിശ്വസിച്ചു. താൻ കാരണം ഇവിടെ ഇനിയൊരു പ്രശ്നമുണ്ടാകുമോ എന്നുള്ള ആദിയിൽ അവൾ ഹാളിലേക്ക് നടന്നു. ഹാളിൽ ചിന്നു ഉണ്ടെങ്കിൽ അവളെ എങ്ങനെ ഫേസ് ചെയ്യും എന്നുള്ള ഒരു പരിഭ്രമം അവൾക്കുണ്ടായിരുന്നു. പക്ഷേ ചിന്നു ഹാളിൽ ഉണ്ടായിരുന്നില്ല. അവൾ റൂമിലേക്ക് പോയിരുന്നു. തീർത്ത പതിയെ മുകളിലേക്ക് നടന്നു. മുകളിലെ ഹാളിൽ എത്തിയപ്പോൾ മാധവും ശിവുവും ബലൂൺ വെച്ച് കളിക്കുന്നതാണ് അവൾ കണ്ടത്. കളിയുടെ തിരക്കിൽ ഇരുവരും അവളെ കണ്ടില്ല. ഇനി ചേട്ടൻ. ശിവു കയ്യിലിരുന്ന ബലൂൺ അവനു നേരെ നീട്ടി. മാധവ് അത് വാങ്ങി മുകളിലേക്ക് തട്ടി. അത് കണ്ട് ശിവു കുലുങ്ങി കുലുങ്ങി ചിരിച്ചു. അവളുടെ ചിരിയുടെ ശബ്ദം ഹാളിലാകെ അലയടിച്ചു. അത്രയ്ക്കും സന്തോഷം വരുമ്പോൾ മാത്രമാണ് അവൾ ശബ്ദത്തിൽ ചിരിക്കുന്നത്. അത് കണ്ട് തീർത്ഥയുടെ ഉള്ളു നിറഞ്ഞു. അവൾ ആരാധനയോടെ മാധവിനെ നോക്കി. എപ്പോഴും ഗൗരവം മാത്രം നിറഞ്ഞു നിന്നിരുന്ന ആ മുഖത്ത് വാത്സല്യം കുനിയുന്നത് അവൾ കണ്ടു. ആ ഭാവത്തിൽ ആ മുഖം കൂടുതൽ മനോഹരമായിരുന്നു.